പാലായിൽ കാപ്പൻ യുഗം അവസാനിക്കുന്നു. പാലാ മണ്ഡലത്തിൽ മാണി സി കാപ്പൻ നേരിട്ട തിരിച്ചടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിക്കേറ്റ് കനത്ത പ്രഹരമാണ്. എന്തുകൊണ്ടാണ് പാലായിലെ വോട്ടർമാർ അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി തള്ളിക്കളഞ്ഞത്? പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. എംഎൽഎ എന്ന നിലയിലുള്ള സമ്പൂർണ്ണ പരാജയം. കഴിഞ്ഞ കാലയളവിൽ പാലായിൽ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു. കെ എം മാണിയുടെ കാലത്ത് മണ്ഡലത്തിലുണ്ടായിരുന്ന വികസന കുതിപ്പിന്റെ നിഴൽ പോലും കാപ്പന്റെ ഭരണത്തിൽ കാണാനായില്ല. വാഗ്ദാനങ്ങൾ പലതും വെറും പ്രഖ്യാപനങ്ങളായി ഒതുങ്ങിയത് സാധാരണക്കാരായ വോട്ടർമാരെ ചൊടിപ്പിച്ചു. ജനങ്ങളുമായുള്ള അകലം. എംഎൽഎ എന്ന നിലയിൽ പാലാക്കാരെ കാണുന്നതിനേക്കാൾ കൂടുതൽ കാപ്പൻ പ്രാധാന്യം നൽകിയത് തന്റെ സിനിമാ പ്രൊഡക്ഷൻ ജോലികൾക്കും വ്യക്തിപരമായ യാത്രകൾക്കുമായിരുന്നു. മണ്ഡലത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വോട്ടർമാർക്ക് എപ്പോഴും പ്രാപ്യനായ ഒരു ജനപ്രതിനിധി എന്ന ഇമേജ് കാപ്പൻ തകർത്തു. കോൺഗ്രസ് പാർട്ടിയുടെ നിസ്സഹകരണം. കാപ്പൻ രൂപീകരിച്ച എൻസികെ എന്ന പാർട്ടിക്ക് മണ്ഡലത്തിൽ വേരുകൾ പടർത്താൻ സാധിച്ചില്ല. പ്രാദേശിക നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യ പ്രവണതകളും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പോലും അദ്ദേഹത്തിന്റെ വിജയത്തിനായി പൂർണ്ണമനസ്സോടെ രംഗത്തിറങ്ങാത്ത സാഹചര്യം ഈ പരാജയത്തിന് ആക്കം കൂട്ടി. മാത്രമല്ല, പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കോൺഗ്രസിന്റെ അഭിപ്രായം മാനിക്കാതെ ബി.ജെ.പി. ബന്ധമുള്ള ആളുകളെ ഏൽപ്പിച്ചത് വൻ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നതിലെ പരാജയം. പാലായിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയത് തിരിച്ചറിയാൻ കാപ്പന് സാധിച്ചില്ല. വികസനത്തിനും ജനക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ വോട്ടർ സമൂഹത്തെ പഴയ വാചകക്കസർത്തുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ഈ ഫലം തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, തന്റെ പദവിയോട് കാണിക്കേണ്ട ഉത്തരവാദിത്തം മറന്ന് സിനിമക്കും ബിസിനസിനും പിന്നാലെ പോയതാണ് കാപ്പന് തിരിച്ചടിയായത്.